ഹലോ, അസ്സാം വലൈക്കും. ആദ്യം തന്നെ പറയട്ടെ, ഈ 21 പാരന്റിംഗ് കോഴ്സ് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ ചേർന്നപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പുരോഗമനം ഞാൻ തന്നെ എന്നിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു ടാസ്ക് പോലെ ഏറ്റെടുത്ത കാര്യങ്ങളിപ്പോൾ ഒരു ദിനചര്യകളായി മാറിയിട്ടുണ്ട്. ചില തിരക്കുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളെ എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നിയിരുന്നു. പക്ഷേ ഇതും തുടർന്ന് പോരുന്ന സമയത്ത് ഒരു നല്ല ദിവസങ്ങൾക്ക് ഇത് എത്രയോ നല്ല കാര്യമാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടാൻ തുടങ്ങിയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഓരോ ടാസ്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ എത്ര ഭാഗ്യതയാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഓരോ ദിവസങ്ങളും ഓരോ ദിനങ്ങളും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാൻ തുടങ്ങുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ മഹത്വം. പിന്നെ ടു ഡു ലിസ്റ്റ്, ഓരോ ദിവസങ്ങളും എളുപ്പമാക്കുന്നതിന് ടു ഡു ലിസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഓരോ സമയത്ത് പല സമയങ്ങളിലും ഇത് ടു ഡു ലിസ്റ്റ് പോലെ ചെയ്യാൻ മുഴുവൻ ഒരു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേ സമയങ്ങൾ നമുക്ക് അതിന്മേൽ കിട്ടാൻ തുടങ്ങിയിരുന്നു. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനും സമയമില്ലാത്തടത്തുനിന്ന് സമയത്തെ എത്രത്തോളം ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ടു ഡു ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ക്ലെൻസ് ഹാർട്ടിനെ ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നല്ല ടാസ്ക് തന്നെയായിരുന്നു. കുറച്ച് എന്ന് പറയാം, ഇപ്പോൾ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴൊക്കെ, കുട്ടികളോടൊക്കെ പെരുമാറുമ്പോൾ, പുറത്ത് എല്ലാവരോടും സംസാരിക്കുമ്പോഴൊക്കെ ചില മാനദണ്ഡങ്ങൾ സ്വയം വെക്കാനൊക്കെ ഞാൻ തന്നെ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കളെ ഉണർത്തുമ്പോൾ സ്വയം സംയമനം പാലിക്കാൻ മനസ്സിലാക്കി തുടങ്ങി. അത് ഈ ടാസ്കുകളൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ, പിന്നെ അവരോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുക, അവരെ കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക ഒക്കെ പഠിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഈ 21 ഡേയ്സിൻ്റെ ഈ പാരന്റിംഗ് കോഴ്സിൻ്റെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ മഹത്വങ്ങൾ പറയട്ടെ. പിന്നെ എന്താ പറയുക, കുട്ടികൾ നമ്മൾ പലതും ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു ടാസ്ക് ആയിരുന്നാലും ഇപ്പോൾ അതൊക്കെ ഒരു ഇഷ്ടങ്ങളായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെ കുറേ സമയങ്ങൾ ചെലവഴിക്കുന്നതൊക്കെ തന്നെ. പിന്നെ എൻ്റെ മോക്കൊരു സ്റ്റാർ ചാർട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി തുടങ്ങി. ഇപ്പോൾ അതിലൊക്കെ എനിക്ക് തന്നെ എൻ്റെ മോളിൽ എനിക്ക് തന്നെ നല്ലൊരു മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങായിട്ടുണ്ടെന്ന് എനിക്കും തോന്നി തുടങ്ങിയത്. പിന്നെ ഇതിലൊന്നും പെടാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അതൊക്കെ ഇപ്പോൾ ബെറ്റർ ആയി തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മൊത്തത്തിൽ ഇതൊരു പോസിറ്റീവ് വൈബാണ്.